ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എവിടെ ആയിരുന്നു ഇത്രയും നാളും? ഇത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു 3 ആഴ്ച എന്തോ ഞാനൊരു വ്ളോഗ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട്. ഒന്നാമത്തെ കാര്യം സമയമില്ല, അതാണ് മെയിൻ കാര്യം. എനിക്കൊരു ലെങ്തി വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈമില്ല. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നല്ല മഴയാണെങ്കിൽ വീടിനകത്തിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര സൗണ്ടായിരിക്കും. അതപ്പോൾ ഇങ്ങനെ ലാഗായി ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞൊരു ലെങ്തി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെയാണ് എൻ്റെ ഷോക്കേസാണിത്, എൻ്റെ വീട്ടിലുള്ള ഷോക്കേസാണിത്. സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് വാട്ട്സ് ഓൾ ഇൻ മൈ ഷോക്കേസ്. അതാണിന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയാട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനെ എൻ്റെ അമ്മേനെ സംബന്ധിച്ചുണ്ടല്ലോ, എന്ത് സാധനം കിട്ടിയാലും കൊണ്ടുവന്ന് വെക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ് ഇതിനെ കാണണത്. എന്ത് സാധനം കിട്ടിയാലും ഒരു 5-10 വർഷം മുമ്പ് മരിച്ചുപോയ ആൾക്കാരുടെ ചരമക്കാർഡ് വരെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പം ഞാനൊന്ന് ക്ലീൻ ചെയ്തു, ഭയങ്കര ബോറായിട്ടിരിക്കുന്നതായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തു, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണാം. ഓടിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ 4 തട്ടായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേസ്. ഇത്രയും ഭാഗം ഇപ്പോൾ ക്ലീൻ ചെയ്താലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇതിനകത്തുള്ള മെയിൻ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ലോണിൻ്റെയും ചിട്ടിയുടെ പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം മാറിയ വണ്ടിയുടെ ആക്സിലറേറ്ററാണ് ഇരിക്കുന്നത്, അതോടെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ സിയക്ക് ഒരു തവണ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഐ തിങ്ക് 2018 എന്തോ ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ് ഇതവർക്ക് മഗ്. ഇത് എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് എന്തോ കിട്ടിയ മഗ്ഗാണിത്, ഈ ഒരു മഗ്. പിന്നെ ഇതൊക്കെ അല്ലാണ്ട് മേടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് ഇത് എംബ്രോയിഡറി ഫ്രെയിംസ് ആയിരിക്കും, ഇതുപോലെ ഹൂപ്പ് എംബ്രോയിഡറീസ് ആയിരിക്കും. ഇതെനിക്ക് +2 കിട്ടിയതാണ്, സ്കൂളിൽ നിന്ന് കിട്ടിയൊരു അവാർഡാണ്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് പാവ. ഇതെൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ, ഈ ഒരു ടെഡി. ഇവിടെ ഉണ്ടൊരു ടെഡി, ഇത് സിയക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഒരു ഫ്രണ്ട്. ആൻഡ് ഇത് ഞങ്ങളുടെ എനിക്ക് സിയ ഗിഫ്റ്റ് തന്നൊരു സാധനം കേട്ടോ. ഇത്ര 19ാമത്തെ ബർത്ത്ഡേക്ക് സിയ ഗിഫ്റ്റ് തന്നൊരു ഫ്രെയിമാണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഗൈസ് ലുക്ക് അറ്റ് ദിസ്, ഒരു ഓൾഡ് മങ്കിൻ്റെ ചെറിയൊരു മിനിയേച്ചറാണ് ഇത്. ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, ഒന്ന് പൊട്ടിച്ച് കുടിക്കണം. ഇത് വളരെ നിസ്സാര പൈസക്ക് നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചത്? ഓൾഡ് മങ്കിൻ്റെ ചെറിയ മിനിയേച്ചർ. പിന്നെ നമ്മൾ ചെയ്ത വേറൊരു എംബ്രോയിഡറി ഹൂപ്പാണ്. പിന്നെ 2 സെൻറ്റഡ് ക്യാൻഡിലുണ്ട്. ഇത് ഈ വർഷം ന്യൂ ഇയറിന് കിട്ടിയത്, ഇത് കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന് കിട്ടിയത്. പിന്നെ ഓൾറെഡി നിങ്ങൾ ബുക്കൊക്കെ നമ്മൾ ഓൾറെഡി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ എല്ലാ ബുക്ക് കളക്ഷനും കൂടിയിട്ട്. ആൻഡ് ഇത് അപ്പം ഡെയിലി അടിക്കുന്ന പെർഫ്യൂമാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് പോളറോയിഡ് ഫോട്ടോസ് ഇരിപ്പുണ്ട്. ഇതെന്താ സംഭവം വെച്ചാൽ നമ്മുടെ ഓരോ ഇവൻറ്റിനും പോകുമ്പോഴും ഗസ്റ്റ് ഇൻറ്ററാക്ഷൻ എന്നും പറഞ്ഞിട്ട് ഓരോ സെക്ഷനുണ്ട്. അപ്പോൾ എല്ലാ ഗസ്റ്റൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് പോയി എടുക്കണതാണ് ഇത് ദിവ്യ വെഡിങ് വെച്ചാൽ അവരുടെ കപ്പിളിൻ്റെ പേരാട്ടോ. ഇത് ഞാൻ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു പോളറോയിഡ്, പിന്നെ കുറേ പോളറോയിഡ് ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ ഓരോ ഇവൻറ്റിൽ നിന്ന് എടുത്തതാണ്. ഇതൊക്കെ ഓരോ ഇവൻറ്റാണ്. കുറച്ചധികം ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് ചെറിയൊരു അവാർഡാണ്. ഇതെന്താ സംഭവിച്ചാൽ നമ്മുടെ കോവിഡിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ട് വണ്ടർല ടീം ഒരു ഓഫർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ എൻട്രി, അവർക്കും പിന്നെ അവരുടെ കൂടെ വരുന്ന 4 പേർക്കും ഫ്രീ എൻട്രി. അപ്പം അന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതെ, ഇതാണ് നമ്മളന്ന് വണ്ടർലയിൽ പോയത്. ഞാനും സിയും ഞങ്ങളുടെ 2 കസിൻസ്, ഞങ്ങൾ 4 പേരും കൂടി പോയത്. അപ്പോൾ അന്ന് നമ്മളെല്ലാം കഴിഞ്ഞിട്ട്, അന്ന് എല്ലാം ഫ്രീ ആയിരുന്നു, ടിക്കറ്റും ഫുഡും എല്ലാം ഫ്രീ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പോരാൻ നേരത്ത് സിയക്ക് കിട്ടിയ
ഒരു അവാർഡാണിത്, കോവിഡ് ഏഞ്ചൽസ് എന്നും പറഞ്ഞിട്ട്. കോവിഡ് ടൈമിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതിന്. ഇത് നമ്മൾ ക്രിസ്മസിന് ചെയ്ത ഒരു എംബ്രോയിഡറി ഹൂപ്പാണ്. അതും മഗ്ഗാണ്. ഇതൊക്കെ നമുക്ക് ഓരോ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഓരോ മഗ്ഗുകളാണ്. അതിൻ്റെ മുകളിൽ എഗെയിൻ എംബ്രോയിഡറി ഹൂപ്പ് ഉണ്ട്. ഇത് നമ്മൾ യാത്ര ആ തീമിൽ ചെയ്തതാണ്ട, വണ്ടർലസ്റ്റ് എന്നും പറഞ്ഞിട്ട്. ആൻഡ് ഇതാണ് നമ്മൾ വണ്ടറിൽ പോയത്. എടുക്കാം, 2 ഫോട്ടോ ഉണ്ട്. ഇതാണ് നമ്മൾ വണ്ടറിൽ പോയത്. ഞാൻ, സിയ, ജോയല്, നിസാമോള്, ഞങ്ങൾ 4 പേരും കൂടി പോയത്. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഒളിമ്പിക്സ് ടീമിൽ ചെയ്തൊരു എംബ്രോയിഡറി ഹൂപ്പാണിത്. ഇതെനിക്ക് കിട്ടിയൊരു മെറിറ്റ് അവാർഡാണ് കേട്ടോ. അതിൻ്റെ ബാക്കിലിരിക്കുന്നത് പ്ലസ് ടുവിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം, അപ്പോൾ അത് കിട്ടിയതാണ്. ആൻഡ് ഇതുണ്ടല്ലോ, 19th വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ സിയയും കൂടി അപ്പനും അമ്മക്കും കൊടുത്തൊരു ഗിഫ്റ്റാണിത്. ഈ ഒരു ഫോട്ടോ ഫ്രെയിം. ഈ ഒരു ഫോട്ടോ ഫ്രെയിം കേട്ടോ. ആൻഡ് ഇത് ഞാൻ ഏതൊരു ഇവൻറ്റിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു റിട്ടേൺ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ, ഈ ഒരു കുഞ്ഞു നിലവിളക്ക്. ജസ്റ്റ് ഒരു ഷോ പീസാണ്, വൈറ്റ് കളിയുണ്ടോ. ആൻഡ് ഇതൊരു നൊസ്റ്റു ആണ് കേട്ടോ ഗൈസ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലേ ഒരു ദിവസം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ട് നമുക്ക് പോയി സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി ഒരു ഫോട്ടോ എടുത്തതാണ്. അത് ഞങ്ങളുടെ ഗ്യാങ്ങാണ് കേട്ടോ, 10ാം ക്ലാസ്സിൽ എൻ്റെ ഗ്യാങ്ങാണ്. മുകളിൽ ബ്ലൂ റോസസ് എന്ന് എഴുതിയേക്കുന്നത്, താഴത്തെ എഴുതിയേക്കുന്നത് ജാസ്ജർ, ജസ്മി, അഞ്ജലി, സിയ, ഗോപിക, അർച്ചന, റിയ. ഞങ്ങൾ 6 പേരാണിത്. എൻ്റെ ഗ്ലാസ് പകുതി പൊട്ടിപ്പോയി. നമ്മളിതിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് ഫ്രെയിം ചെയ്ത്. പിന്നെ മേലെ വരുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഷോ പീസാണ്. ഇത് നിറച്ച് അഴുക്കായി, പൊടി പിടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇത് ബർത്ത്ഡേയുടെ ആണെന്ന് എനിക്ക് തോന്നണത്. ഇത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒന്നെങ്കിൽ ഞാൻ സിയക്ക് കൊടുത്തത്, അല്ലെങ്കിൽ സിയക്ക് തന്നത്, അങ്ങനെ എന്തോലും ആണ് ഈ ഫ്രെയിം. പിന്നെ കുറച്ച് ട്രോഫി, നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു ട്രോഫി ആട്ടോ അത്. ചെറിയൊരു കുട്ടി വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ഷോ കേസിലുള്ളത്. കുറേ ഫ്രെയിംസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് വേറെ എവിടെയോ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നമുക്ക് അധികം ലാഗ് ആക്കാണ്ടൊക്കെ തന്നെ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു മൈ നെക്സ്റ്റ് വീഡിയോ, ബൈ.